ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് വഷളാകുന്നുണ്ടോ അതോ കൂടുതൽ അടുക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഷിയെ നേരിട്ട് കാണും, ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകളൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചർച്ച നേരിട്ട് നടത്തുന്നതിന് മുമ്പ് തന്നെ ഔദ്യോഗിക തലത്തിൽ നടന്നു. അപ്പോൾ താരിഫ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ചൈനയുടെ കയ്യിലുള്ള തുറുപ്പ് ചീട്ട് റെയർ എർത്ത്സിൻ്റെ സപ്ലൈ ആണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ പിണക്കുന്നത് അത്ര നല്ലതുമല്ല. പിന്നെ മാത്രമല്ല, ചൈന എന്ന് പറയുന്ന അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു സൈനിക ശക്തിയും കൂടിയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും സംഭവിക്കുന്നു വേണം കരുതാൻ. അത് പുറത്ത് എന്തൊക്കെ പറയുമ്പോഴും ഒന്ന് ചൈന ഇതിലൊന്നും കടന്നു കയറി അമിതമായി വർത്തമാനം പറയുന്ന കൂട്ടത്തിലല്ല. അവർ ഔട്ട്സ്പോക്കൺ അല്ല. ട്രംപ് ആണെങ്കിൽ ഔട്ട്സ്പോക്കൺ ആണ്. ഇല്ലതും ഇല്ല, ഉള്ളതും ഇല്ലാത്തതും അദ്ദേഹം മനസ്സിൽ കണ്ടതും നാളെ ഇനി കാണാനിരിക്കുന്നതൊക്കെ മുൻകൂട്ടി പറയും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആണ്. പക്ഷേ അദ്ദേഹം ഈ ചൈനീസ് നേതാവിനെ ഷീ ജിൻപിങ്ങിനെ പോയി കാണും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചില്ല അത് നടക്കാനുള്ളതാണെന്ന്. പക്ഷേ അത് നടന്നു യാഥാർത്ഥ്യമായി. കാരണം ചൈനയ്ക്ക് എപ്പോഴും ആവശ്യമുള്ളത് വ്യാപാര ബന്ധങ്ങളാണ്. വ്യാപാര ബന്ധത്തിന് ആവശ്യമുള്ളത് സമാധാനമാണ്. ചൈന മുൻതൂക്കം കൊടുക്കുന്നത് സമാധാനത്തിന്, അമേരിക്ക മുൻതൂക്കം കൊടുക്കുന്നത് ഭീഷണിക്കാണ്. ഭീഷണിപ്പെടുത്തിയിട്ട് രണ്ടു കൂട്ടർക്കും വേണ്ട കച്ചവടം നടത്താനാണ്. ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടുക. ഇങ്ങനെയുള്ള വ്യാപാര യുദ്ധമാണ് അമേരിക്ക കഴിഞ്ഞ കുറേ കാലമായിട്ട് നടത്തുന്നത്. ഇത് ചൈനയോട് കളിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന്, ചൈനക്ക് താരിഫ് എത്ര കൂട്ടിയാലും അവിടെ ലേബർ കോസ്റ്റ് കുറവാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചധികം മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ കൂടിയ താരിഫ് വാങ്ങിച്ചാൽ പോലും അവർക്ക് വലിയ നഷ്ടം വരില്ല. അതിപ്പോൾ ട്രംപ് മനസ്സിലാക്കി. ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ, ഇന്നലെ സൗത്ത് കൊറിയയിലാണല്ലോ മീറ്റിംഗ്. സൗത്ത് കൊറിയയിൽ ഈ അപ്പെക്കിൻ്റെ മീറ്റിങ്ങിലാണ്, ആ ഒരു ഉച്ചകോടിയിലാണ് ഇവർ രണ്ടുപേരും കണ്ടതും സമാധാനത്തോടെ സംസാരിച്ചതും വാക്കാലെ ഒത്തുതീർപ്പായതും. എന്താണ്? ചൈനക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വാശിക്ക് വേണ്ടിയിട്ട് ചൈനയുടെ താരിഫ് 57% കൂട്ടി. എപ്പോൾ? ഇന്ത്യക്ക് 50 ആക്കിയപ്പോൾ ചൈനക്ക് അതിനേക്കാളും കൂട്ടിക്കൊടുത്തു. പക്ഷേ ഇപ്പോൾ ട്രംപിന് മനസ്സിലായി. അദ്ദേഹം തന്നെ ഇന്നലെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ത്യക്ക് കൊടുത്ത 50-നേക്കാളും കൂട്ടിയാണ് ചൈനക്ക് കൊടുത്തതെങ്കിലും അവരത് സഫർ ചെയ്യൂല, അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവർക്ക് ലോവർ ലേബർ കോസ്റ്റാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന താരിഫ് 50 ആണല്ലോ, 25-ൽ നിന്ന് 50 ആക്കിയല്ലോ. ആ 50-നേക്കാളും ഇത്തിരി താഴ്ത്തി വെച്ച് കൊടുത്തു. അപ്പോൾ ചൈനക്ക് അത് വലിയ മാർജിനാണ് ഉണ്ടാക്കുക. ഇന്ത്യയുടെ 50-ഉം നിങ്ങളുടെ 47-ഉം 57-ൽ നിന്ന് ചൈനക്ക് നേരത്തെ ഉണ്ടായിരുന്ന താരിഫ് 57, ഇപ്പോൾ അത് 47 ആയിട്ട് ചുരുക്കി. അപ്പോൾ ഇന്ത്യയേക്കാൾ 3% കുറവുള്ളൂ എങ്കിൽ പോലും ചൈനക്ക് അത് വലിയ ലാഭം ഉണ്ടാക്കും. കാരണം ചൈനക്ക് ഇന്ത്യയേക്കാൾ എത്രയോ ലേബർ കോസ്റ്റ് കുറവാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, രണ്ട് കൂട്ടർക്കും മെച്ചമുണ്ട്. റെയർ എർത്തിൻ്റെ നല്ല ആവശ്യക്കാരാണ് ചൈനയിൽ. ചൈന ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് റെയർ എർത്ത് മെറ്റൽസാണ്. ഈ എന്താണ് പറയുക, ഈ ദുർലഭ അപൂർവ ധാതുക്കൾ. അത് കയറ്റി അയക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റ്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നൂതനമായ ടെക്നോളജിയിൽ ഒക്കെ ഉപയോഗിക്കുന്നത്, IT-ലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ റെയർ എർത്ത് ഇവർക്ക് ആവശ്യമുണ്ട്. ചൈനക്കത് കയറ്റി അയക്കുകയും വേണം. ആവശ്യക്കാർ അത് ഉപയോഗിക്കാൻ ശേഷിയുള്ളവനല്ലേ അയക്കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൈനക്ക് അത് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ തുറന്നു, റെയർ എർത്ത് അയക്കാൻ തീരുമാനിച്ചു. അയക്കുമ്പോൾ താരിഫ് കുറയ്ക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം മറിച്ചാണ്. അമേരിക്കയിൽ നിന്ന് ചൈനക്ക് ആവശ്യമുള്ളതാണ് സോയാബീൻ ചൈനക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അത് തിരിച്ചും അപ്പോൾ അത് രണ്ടും കരാറായി. റെയർ എർത്ത് ഇങ്ങോട്ടും സോയാബീൻ അങ്ങോട്ടും കൊടുക്കാനും താരിഫ് 57%-ൽ നിന്ന് 47%-ആയിട്ട് കുറക്കാനും തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം, രണ്ടു കൂട്ടരുടെയും ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രതിസന്ധി നീങ്ങി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പ്രദേശത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗോള ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ. ചൈനയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രകൂട്ടം ഉണ്ടായി വരിക, ഒരു പുതിയ എന്താ പറയുക ചേരി ഉണ്ടായി വരിക, ചൈനീസ് ചേരി എന്ന് പറയുന്ന ഒരു ചേരി ഉണ്ടായി വരിക. അതിൽ റഷ്യയുണ്ട്, ഒരളവ് വരെ ഇന്ത്യയുണ്ട്, അറിയാലോ. അതിൽ ബ്രസീലുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്, ഒരു പരിധി വരെ ജപ്പാനുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ടീമായിട്ട് വരികയാണ്. അതിനെ അമേരിക്ക ഭയപ്പെടുന്നുമുണ്ട്. അല്ലെങ്കിൽ ഈ അമേരിക്ക ഗീർവാണം പറഞ്ഞ് വെല്ലുവിളിച്ചു വലിയ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് കൊടുത്തയാൾ തന്നെ പിൻവലിക്കുകയാണല്ലോ. അതെ, ആലോചിച്ച് നോക്കൂ.
അപ്പോൾ ഞാൻ ഷിയെ ചെന്ന് കാണുമെന്ന് പറയുകയും അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് സൗത്ത് കൊറിയയിൽ വെച്ച് കാണുകയും അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയും, സംയുക്ത പത്രസമ്മേളനമൊന്നുമല്ല, ട്രംപ് തന്നെ പത്രസമ്മേളനം നടത്തി, ഞാൻ കൂട്ടിയത് ഞാൻ കുറച്ചു, അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ യാഥാർത്ഥ്യത്തിലേക്ക് പതുക്കെ ട്രംപ് കണ്ണു തുറക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ അവസ്ഥയാണ് അമേരിക്കയുടെ അവസ്ഥ. ഇവർ ഈ പറയുന്ന ഇദ്ദേഹം ഈ താരിഫ് കൊണ്ടൊക്കെ കളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് അമേരിക്കയുടെ തന്നെ സമ്പദ്ഘടനയാണ്. അമേരിക്ക സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 2, അമേരിക്ക അടുത്ത സമീപകാലം വരെ പിടിച്ചു നിന്നിരുന്നത് നാറ്റോ സഖ്യത്തിൻ്റെ പണം കൊണ്ടാണ്. ഈ നാറ്റോ സഖ്യം ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയോ? നാറ്റോ സഖ്യത്തിൽ 32 രാജ്യങ്ങളുണ്ട്. ഈ 32 രാജ്യങ്ങളിൽ ഓരോന്നും അവരുടെ GDP-യുടെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന വാർഷിക വരുമാനത്തിൻ്റെ 2% നാറ്റോക്ക് കൊടുക്കണം. നാറ്റോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് കൊടുക്കേണ്ടത്? അമേരിക്കയുടെ അക്കൗണ്ടിലേക്ക് അയക്കണം. അവരാണ് ഇതിൻ്റെ അവർ തീരുമാനിക്കും ആ കാശ് ആർക്കാ എന്തിനാണ് ഉപയോഗിക്കുക. ഈ 32 രാജ്യങ്ങൾ കൊടുക്കുന്ന കാശ് എന്തിനാണ്? സുരക്ഷക്കാണ്. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഭീഷണി വന്നാൽ, ആരുടെയെങ്കിലും അറ്റാക്ക് നേരിടേണ്ടി വന്നാൽ നാറ്റോ സഖ്യം അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കും. അവർ പോയി തിരിച്ചടിക്കും എന്നാണ് വെപ്പ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ പണം എന്തിനുള്ളതാണ്? അതിനാണ് ഈ കാശ് കൊടുക്കുന്നത്. 2% പണം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ സംഖ്യ വരും. ഒരു രാജ്യത്തിൻ്റെ ഒരു കൊല്ലത്തെ വരുമാനത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ആലോചിച്ചു ബജറ്റ് അലോക്കേഷനേക്കാളൊക്കെ എത്രയോ കൂടുതൽ വരും. യഥാർത്ഥ വരുമാനത്തിൻ്റെ 2%. ഇതെന്തിനാണ് വാങ്ങുന്നത്? പ്രതിരോധത്തിനാണ്. പ്രതിരോധത്തിന് എന്താ വേണ്ടത്? ആയുധമാണ്. ആരാണ് ആയുധം ഉണ്ടാക്കുന്നത്? അമേരിക്ക തന്നെ. അപ്പോൾ അമേരിക്ക സിമ്പിളാണ്, ഇവരുടെ കാശ് വാങ്ങുകയും എന്നിട്ട് നാറ്റോയുടെ പേരിൽ റെസിപ്റ്റ് എഴുതി വെച്ചാൽ മതി. കാര്യം വളരെ എളുപ്പമാണ്. അപ്പോൾ അമേരിക്ക പിടിച്ചു നിന്നിരുന്നത് അങ്ങനെയാണ്. 2, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും അമേരിക്കയുടെ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലേറ്റവും നമ്മൾ വിചാരിക്കുമല്ലോ കടം കൊണ്ട് മുടിയുന്ന രാജ്യം നമ്മളും ശ്രീലങ്കയൊക്കെയാണെന്ന്. അങ്ങനെയല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ കടമുള്ള രാജ്യം അമേരിക്കയാണ്. പുതിയ സാഹചര്യത്തിൽ ആഗോള ബന്ധങ്ങളൊക്കെ വഷളായപ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ കടം കൊടുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറല്ലാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അജണ്ട എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ നിതാന്ത ശത്രുവായിരുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചൈനയോട് ഒത്തുതീർപ്പാവാനുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്താണ്? ഏറ്റവും ഒടുവിലത്തെ കാരണം, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ബദ്ധവൈരിയാണ് എല്ലാ കാലത്തും ഇറാൻ. ഓർമ്മയുണ്ടല്ലോ? എല്ലാ കാലത്തും ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ അമേരിക്കയോട് പൊരുതിക്കൊണ്ടിരിക്കുക. പുതിയ കാലത്ത് ഉക്രൈൻ വാറും ഒക്കെ വന്നപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ ശത്രുവായി ഉയർന്നു വന്ന റഷ്യ അമേരിക്കയുടെ ശത്രുവാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്നറിയോ? ഈ റഷ്യയും ഇറാനും തമ്മിൽ കരാറായി. റഷ്യയും ഇറാനും തമ്മിൽ ഒന്നിച്ചു. അതിനിടയിൽ അമേരിക്ക ഇറാനുമായി അടുക്കാൻ ശ്രമിച്ചതാണ്. അതിനിടയിലാണ് ഇസ്രായേൽ വാറ് വന്നത്. ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിച്ചു, ഇറാൻ കയറി അമേരിക്കൻ താവളത്തെ ആക്രമിച്ചു. ഇത് വഷളായി. ആ സമയം നോക്കിയിട്ട് റഷ്യ കയറി ഇറാനുമായിട്ട് കരാറുണ്ടാക്കി. ഏതുവരെ എന്നറിയോ? ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, റഷ്യയിൽ നിന്ന് ഒരു റെയിൽ മാർഗം കരമാർഗം, ഉദാഹരണം ഈ ലോകത്തിലെ കപ്പൽ മാർഗമുള്ള ഗതാഗതത്തിൻ്റെ പല നിയന്ത്രണങ്ങളും അമേരിക്കയുടെ കയ്യിലാണ്. ഉദാഹരണത്തിന് സൂയസ് കനാൽ കടക്കണം, ഈ മലാക്ക കടലിടുക്ക്, ഇത്തരം കടലിടുക്കുകളൊക്കെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ അമേരിക്കൻ പാവയായ ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളുടെ കയ്യിലാണ്. അതിനെ മറികടക്കാൻ വേണ്ടി എടുത്തൊരു തീരുമാനമാണ് ഈ റെയിൽ ലൈന്. എവിടുന്ന്? ഇറാനിൽ നിന്ന് ഇന്ത്യക്കൊരു തുറമുഖമുണ്ട് ഇറാനിൽ, ചബഹാർ. ഇറാൻ തുറമുഖത്ത് നിന്നും, അതുപോലെ ഇറാൻ്റെ ചബഹാർ തുറമുഖം ഇന്ത്യയുടേതാണ്. അപ്പോൾ ഇന്ത്യയുടെയും ഇറാൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ കരമാർഗം തന്നെ കൊണ്ടുവന്ന് റെയിൽ മാർഗം നേരെ റഷ്യയിലെത്തിക്കാവുന്ന ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്ക വെറുതെ അല്ല പോയി ചൈനയോട് ഒപ്പിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഓർക്കാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, അമേരിക്കക്ക് ഈ സമയത്ത് ചൈനയെ ഏതു വിധേനയെങ്കിലും കൂടെ നിർത്തിയില്ലെങ്കിൽ അമേരിക്ക വലിയ വിപത്ത് കാണുന്നുണ്ട്. കാരണം ചൈനയേക്കാൾ വലിയ ശത്രുത അമേരിക്കയോടുള്ളത് റഷ്യക്കാണ്. പിന്നെ ഒന്ന് ഇറാനാണ്. അമേരിക്കയോട് കൊടിയ വൈരമുള്ള ഇറാനും പുതിയ വൈരമുള്ള റഷ്യയും ഒന്നിച്ചിരിക്കുന്നു എന്ന ബോധം, ആ കൂട്ടത്തിൽ ഇത് രണ്ടും ബന്ധിപ്പിക്കുന്നൊരു കണ്ണിയായിട്ട് ഇന്ത്യയുണ്ട്. ഇന്ത്യയും അമേരിക്കയ്ക്ക് അനുകൂലമല്ല ഇപ്പോൾ. അപ്പോൾ അമേരിക്കൻ വിരുദ്ധ ശക്തികളൊക്കെ ഒരു റെയിൽപ്പാളം പോലെ ഒന്നിച്ച് ഒരു തീവണ്ടിയിൽ കയറി, ഒറ്റ തീവണ്ടിയിൽ കയറി ഓടാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഈ ചൈനയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ആത്മരക്ഷാർത്ഥമുള്ള ഒരു നടപടിയാണ്. ചെന്ന് ഷിയുടെ കാല് പിടിച്ച്
നമുക്ക് സപ്താപരാധം ഏറ്റുപറഞ്ഞ് ഞാൻ കൂട്ടിയ താരിഫ് കുറച്ചോളാമേ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക എടുക്കുന്ന തന്ത്രപരമായ ഈ നിലപാട് നിവൃത്തികേട് കൊണ്ടാണ് എന്ന് വേണം ഇപ്പോൾ പറയാൻ. എന്തായാലും അത് ലോക സമാധാനത്തിന് നല്ലതാണ്. ഈ വൻകിട ശക്തികൾ തമ്മിൽ ഇങ്ങനെ ഉരസുമ്പോൾ സമാധാനക്കേടുണ്ടാകും, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടും, യുദ്ധങ്ങളുണ്ടാകും, വേണ്ടതിനും വേണ്ടാത്തതിനും സംഘർഷം ഉണ്ടാകും. അതുകൊണ്ട് ലോക സമാധാനത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിലാണ് ഇതിൻ്റെ വിപത്ത് വരിക. കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ഒക്കെ ഉണ്ടാകുന്ന ഏത് ഏറ്റുമുട്ടലും നമ്മളെ കൂടി ബാധിക്കും. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക വന്ന് ചൈനയുടെ കാല് പിടിക്കുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കാണാം ആ കാല് പിടിച്ചതിൻ്റെ ഗുണം. അദ്ദേഹം അത് മാന്യമായിട്ട് എടുക്കുകയും ചെയ്തല്ലോ. അതെ, ചൈന മാന്യമായിട്ട് എടുത്തു. ശരി, നിങ്ങൾ കൂട്ടിയതല്ലേ, നിങ്ങൾ കുറച്ചു, നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അമേരിക്കയുടെ ഈ അമാന്യമായ നിലപാടിനെ ചൈന മാന്യമായ നിലപാട് കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. രണ്ട് നിലപാടും തൽക്കാലം ലോകത്തിന് നല്ലതാണ്, ഇന്ത്യക്കും ഗുണകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.